ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞങ്ങൾ യാത്രയിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞല്ലോ. ആ മാർക്കറ്റിൽ തന്നെ നല്ല ഫ്രഷായിട്ട് ഉള്ള അയലമീൻ കിട്ടി. മീൻ കുറവായതുകൊണ്ട് വിലയ്ക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒട്ടും കുറവില്ല, വില കൂടുതൽ തന്നെയാണ്. അല്ലാത്തപ്പം നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ആവുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ വില തന്നെ ആയിരുന്നു കേട്ടോ. ശരി, എന്താണെങ്കിലും നമുക്കിന്നൊരു അയലമീനാണ് ഞാൻ വാങ്ങിച്ചത്. അയലമീൻ തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല കൊഴുപ്പിൽ നല്ല കട്ടിയുള്ള ചാറ് എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, തക്കാളിപ്പഴം, സബോള, പിന്നെ സബോള ഇട്ടത് ചെറിയുള്ളി വാങ്ങിക്കാഞ്ഞതുകൊണ്ട് കേട്ടോ, പച്ചമുളക് ഇത്രയും ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് 5-6 ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പോൾ കൊഴുപ്പിന് വേണ്ടി ഞാൻ ശകലം മല്ലിപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2 തക്കാളിപ്പഴത്തിൽ 1 തക്കാളിപ്പഴം ഇതിലേക്ക് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും ഇന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനു വേണ്ടി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട പുളി ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം എണ്ണ തെളിയുന്ന വരെ നമ്മളൊന്ന് ഇളക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി നല്ലോണം ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അയലമീൻ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഈ അയലമീൻ ഇട്ട് തിളച്ചുകൊണ്ട് വരുന്ന സമയത്ത് 1 തക്കാളിപ്പഴം കൂടെ ഞാൻ റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ഉപ്പും പുളിയും ഇറങ്ങിയതിന് ശേഷം മീൻ ഇട്ടത് കൊണ്ട് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ മീൻ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ പോലും അരച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇനി നമ്മുടെ എരിവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറുകിയ അയലമീൻ കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ, അസ്സലാമു അലൈക്കും.